എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ സ്ക്രൂട്ടിനി റീവാലുവേഷൻ സ്ക്രൂട്ടിനി എന്നിവയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അതായത് www.dhsc.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷൻ എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ HSC സെക്കൻഡ് ഇയർ മാർച്ച് 2024 സ്ക്രൂട്ടിനി റീവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റീവാലുവേഷൻ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ വിവരങ്ങളുമാണ് അതിലുണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ ഒരു HSC സെക്കൻഡ് ഇയർ മാർച്ച് 2023 റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓരോ ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ആദ്യമായിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF ഡൗൺലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു PDFൽ എന്താണ്, അതായത് ഏത് വിവരമാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു PDF എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ റീവാലുവേഷൻ അപേക്ഷ വിദ്യാർത്ഥികളുടെ ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് റീവാലുവേഷന് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ, അതായത് ഈ ഒരു അപേക്ഷയ്ക്കായിട്ട് നൽകിയ 500 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഏത് വിഷയത്തിനാണോ ഈ ഒരു 10% കൂടിയിട്ടുള്ളത് ആ ഒരു പൈസ ഈ ഒരു ജൂൺ 30-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ടായിട്ട് തരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോ ചേഞ്ച് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല മാർക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാം, ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിലുള്ള വിദ്യാർത്ഥിക്ക് ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 581 പേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് PDF വ്യൂവറിലാണോ ഈ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത്, അതായത് ഈ ഒരു കാര്യം നോക്കുന്നത്, അതിന് മുകളിലായിട്ട് സെർച്ച് ഐക്കൺ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഇതിൽ ഏതാണ്, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രൂട്ടിനിക്ക് അപേക്ഷിച്ചപ്പോൾ മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളതാണ് റീവാലുവേഷൻ റിസൾട്ട് വിത്ത് മാർക്കാണോ വിത്തൗട്ട് മാർക്കാണോ എന്നുള്ളത് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നോക്കാം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10%ഓ അതിന് മുകളിലോ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് ഏത് സബ്ജക്റ്റുകൾക്കൊക്കെയാണ് നിങ്ങളുടെ പേര്, അതായത് നിങ്ങളുടെ ആ രജിസ്റ്റർ നമ്പർ ഉള്ളത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും. അപ്പോൾ ഈ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് രണ്ടാമതായിട്ട് നൽകിയിട്ടുള്ളത്. 10% മാർക്ക് കൂടിയവർക്കാണ് ഈ ഒരു റീഫണ്ട് ലഭിക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഈ ഒരു HSC സെക്കൻഡ് ഇയർ മാർച്ച് 2024 റീവാലുവേഷൻ റിസൾട്ട് വിത്ത് മാർക്ക്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു PDF ഡൗൺലോഡാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു PDFൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ള മാർക്കും റീവാലുവേഷന് ശേഷമുള്ള മാർക്കുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് ആദ്യത്തെ ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാം, ആദ്യം റീവാലുവേഷന് മുമ്പുണ്ടായിരുന്ന മാർക്ക് 24 മാർക്കായിരുന്നു. റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ടായിരുന്ന മാർക്ക് 54 മാർക്കാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിലാണ് ഏകദേശം ഉള്ള, അതായത് കൂടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ 30 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60-ൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടിയിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ 8 മാർക്ക് കൂടിയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഈ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് അറബിക്കിൽ 80 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റ് വരുന്നത്. അതിൽ ഈ ഒരു റീവാലുവേഷന് മുൻപായിട്ട് 36 മാർക്കായിരുന്നു ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നത്, 80-ൽ ഉണ്ടായിരുന്നത്. അപ്പോൾ റീവാലുവേഷന് ശേഷം നോക്കുന്ന സമയത്ത് 76 മാർക്ക് ഉണ്ട്. അതായത് 76 എന്ന് പറയുമ്പോൾ 40 മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥിക്കും റീഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഈ റീവാലുവേഷന് ശേഷം മാർക്ക്, അതായത് നിങ്ങൾക്ക് പൈസ റീഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു, അതായത് 10% മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ കൂടി എത്ര മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ 14 മാർക്കായിരുന്നു റീവാലുവേഷന് മുമ്പുള്ള മാർക്ക്, 10 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു, 41 മാർക്ക് ഈ റീവാലുവേഷൻ കിട്ടി. അപ്പോൾ ആ ഒരു 10 മാർക്ക് അവിടെ തന്നെ ഉണ്ട്. അതായത് 90%
മുകളിൽ മാർക്ക് ഒരു വിഷയത്തിന് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്കുള്ള ഗ്രേസ് മാർക്ക് ആ ഒരു സബ്ജക്റ്റിന് ഒഴിവാക്കും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് 44 മാർക്കാണ് 80 മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അതിന് റീവാലുവേഷൻ മുമ്പായിട്ട് 4 മാർക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. റീവാലുവേഷൻ ശേഷം 71 മാർക്ക്, അതായത് 90% മാർക്ക് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.